കാരണം ഇസ്ലാം അരുതെന്ന് പറഞ്ഞ മാർഗത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തറയായി മനുഷ്യൻ സ്വീകരിച്ചതാണ്. കാരണം ഇസ്ലാം പറഞ്ഞു മനുഷ്യനോട് അരുത്, പലിശ വാങ്ങരുത്, പലിശയുമായി ബന്ധപ്പെടരുത്. പലിശ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്, അത് വലിയ ചൂഷണമാണ്, അത് പാവങ്ങളെ കഷ്ടപ്പെടുത്തലാണ്, അത് സാമ്പത്തികമായി ഏറ്റവും കടുത്ത ദ്രോഹമാണ്, അത് രാജ്യദ്രോഹവുമാണ്. എല്ലാം കൊണ്ടും അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണെന്ന് ഇസ്ലാം ആവർത്തിച്ചു പറഞ്ഞു. ഈ നിയമം ഇറങ്ങിയപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ, വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ ജനങ്ങളെ, അല്ലാഹനെ സൂക്ഷിക്കണം. പണമുണ്ടാക്കുന്നു എന്ന പേരിൽ ഏത് വിധേനയും പണം വാങ്ങുന്ന പരിപാടി ഇനി വേണ്ട. നിങ്ങൾ സമ്പാദിക്കുന്നു എന്ന പേരിൽ ഏത് വിധേനയും സമ്പാദിക്കുന്ന പരിപാടി ഇനി വേണ്ട. അതുകൊണ്ട് അല്ലാഹനെ സൂക്ഷിക്കണേ. ആ കൂട്ടത്തിൽ നിങ്ങളേറെ സൂക്ഷിക്കേണ്ടത് വസറൂ, നിങ്ങൾ ഒഴിവാക്കിയേക്കണം മാ ബഖിയ മിനർ റിബാ, നിങ്ങൾക്ക് പലിശ ഇനത്തിൽ കിട്ടാനുള്ളത് നിങ്ങൾ ഒഴിവാക്കണേ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, മുഅ്മിനുകളാണെങ്കിൽ, ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പലിശയുമായുള്ള ബന്ധം ഒഴിവാക്കണം, അതുമായി ബന്ധപ്പെടരുത്. അതിന്റെ വിവരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ മുഴുകിയ ഒരു ജനതയോടാണ് ഇത് പറഞ്ഞിരുന്നോർക്കണം. പലിശയിൽ മുഴുകിയ ഒരു ജനതയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം, അതുമായി ബന്ധപ്പെടരുത്, അത് നിങ്ങളുടെ സമ്പത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സാക്കി മാറ്റരുത്. പക്ഷേ അത് ഈ ജനങ്ങൾ കൈക്കൊണ്ടില്ലല്ലോ, ഈ ലോകം അത് കൈക്കൊണ്ടില്ലല്ലോ. ഏതൊരു സാധാരണ മനുഷ്യനാണെങ്കിലും, വലിയവന്മാരാണെങ്കിലും ചെറിയവരാണെങ്കിലുമൊക്കെ ഏതൊരു പ്രശ്നത്തിനും അവൻ തവക്കുലാക്കിയത് ബാങ്കുകളെയാണ്. എന്തിനും ഏതിനും മനുഷ്യൻ ബാങ്കുകളെ തവക്കുലാക്കി. അവൻ തവക്കുലാക്കാൻ കണ്ടത് തന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ബാങ്കില്ലാതെ നടക്കില്ല, ബാങ്കുകളില്ലാതെ തന്റെ കാര്യം നടക്കില്ല. ഏതൊരു വ്യക്തിക്ക് വീടെടുക്കണമെങ്കിൽ അവനൊരു പ്രയാസം തോന്നിയില്ല, അത് ഹൗസിംഗ് ലോൺ തരാൻ ബാങ്കുകളുണ്ടല്ലോ. വാഹനം വേണം, തീരെ വാഹനമില്ലാത്തവന് വാഹനം വാങ്ങാനും ഒരു മനസ്സാക്ഷിക്കുത്തും ആവശ്യമായില്ല. എന്തിനാ പ്രയാസപ്പെടുന്നത്? ബാങ്കുകാരും ആടി വിളിക്കുന്നല്ലോ. അതുപോലെ തന്നെ ഉള്ള വാഹനം ആഡംബരം പോരാ, ഒന്ന് പുതുക്കണം എന്ന് തോന്നിയവനും ഒരു പ്രയാസവും തോന്നിയില്ല. എന്തിനു വിഷമിക്കണം? ബാങ്കുകാരല്ലേ പിന്നാലെ നടക്കുന്നത്, ബാങ്കുണ്ടല്ലോ എനിക്ക് തവക്കുലാക്കാൻ. അങ്ങനെ ബാങ്കിനെ അവൻ ആശ്രയിച്ചു. കെട്ടിടമുണ്ടാക്കുന്നവന്മാര് വലിയ വലിയ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒന്നും സ്വന്തം കയ്യിരിപ്പ് ഒരു നയാ പൈസ ഇല്ലാതെ തന്നെ കോടികളുടെ വലിയ വലിയ പദ്ധതികൾക്ക് അവൻ മനസ്സിൽ സ്വപ്നം കണ്ടു. തന്റെ കയ്യിൽ പണമുണ്ടായിട്ടല്ല, ആരാന്റെ കയ്യിലുള്ള പണം അത് ബാങ്കിൽ കുമിഞ്ഞുകൂടി കിടപ്പുണ്ട്. ബാങ്കുകാരും തന്നെ എന്താ ചെയ്യുന്നത്? ധാരാളക്കണക്കിന് ഡിപ്പോസിറ്റ് സ്വീകരിച്ചു. അതിൽ നിന്നുള്ള ഒരു വിഹിതം എടുത്തുകൊണ്ട് ആ രൂപത്തിൽ അവർ മറ്റുള്ളവർക്ക് കൊടുത്തു. ഇങ്ങനെ ആരാന്റെ പണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് അവനവൻ അധ്വാനിക്കാതെ, അവനവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാതെ, അവനവൻ വെയ്യനങ്ങാതെ പണമുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ ഏത് കാര്യത്തിനും ബാങ്കിനെ തവക്കുലാക്കുന്ന, ബാങ്കിനെ ആശ്രയിക്കുന്ന, പലിശയിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ക്രമം ഇന്ന് നമ്മുടെ എല്ലാ ജനങ്ങൾക്കിടയിലും ഒക്കെ വ്യാപകമായി. അങ്ങനെ വ്യാപകമായാൽ അല്ലാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഒരു കാര്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹ് പറയുന്നു, പലിശയുമായി ബന്ധപ്പെടരുതെന്ന് പറഞ്ഞിട്ട് പലിശയുമായി ബന്ധമുള്ള കാര്യങ്ങളിൽ നിന്ന് ഓ വിശ്വാസികളെ വിട്ടു നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ട് ഉടനെ അല്ലാഹു ഒരു താക്കീത് നൽകി. എന്താ താക്കീത് എന്നറിയോ? ഖുർആൻ പറയണേ, ഫഇല്ലം തഫ്അലൂ, നിങ്ങളതിന് തയ്യാറില്ലെങ്കിൽ, നിങ്ങൾ ഈ പലിശയുമായുള്ള ബന്ധം ഒഴിവാക്കാൻ തയ്യാറില്ലെങ്കിൽ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, നിങ്ങൾ അറിഞ്ഞോളണം, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും, അതാ അല്ലാഹും റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നറിയണം. അല്ലാഹും റസൂലും നിങ്ങളോട് യുദ്ധത്തിനൊരുങ്ങുന്നു. ആരാ യുദ്ധം ചെയ്യുന്നത്? അല്ലാഹയാണ് യുദ്ധം ചെയ്യുന്നത്, റസൂലാണ് യുദ്ധം ചെയ്യുന്നത്. ആരോട്?
പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അള്ളയാണ്, അവന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ സൈന്യങ്ങൾ ആരൊക്കെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ പഠിപ്പിച്ചു തന്നില്ലേ? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. അള്ളയല്ലാതെ അവന്റെ സൈന്യങ്ങളെ സംബന്ധിച്ച് അറിയില്ല. ഏത് രൂപത്തിലാണ് കുഴപ്പം വരുന്നത്? യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യമൊട്ടാകെ ഇന്ന് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ മേഖലയിൽ കടുത്ത പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് പ്രഖ്യാപിച്ച പോരാട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച പോരാട്ടമാണ്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? അള്ളാഹിനോടോ? അള്ളാഹിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയവൻ വീണുപോകില്ലേ? എത്ര വലിയവന്മാരാ വീണുപോയത്? വൻകിട ബാങ്കുകളൊക്കെ പൂട്ടിപ്പോകേണ്ടി വന്നു. വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഉൾപോരിന്റെ പേരിൽ, അതുപോലെ തന്നെ ആഭ്യന്തര സംഘട്ടനത്തെ കാതോർത്തുകൊണ്ട് അവരവരുടെ നാടുകളിൽ നിന്ന് തന്നെ അവരവരുടെ ആ സിംഹാസനത്തിന്റെ കസേര തട്ടിത്തെറിപ്പിക്കുന്ന മക്കൾ വളർന്നു വരുന്നു എന്ന ഭീതിയിൽ ഉറക്കമില്ലാതെ പല രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരും ഉറക്കമില്ലാതെ കഴിയുകയാണ്. യുദ്ധം തന്നെയാണ്. അള്ളയും അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അവരോട്. യുദ്ധത്തിനൊരുങ്ങിക്കോ. പലിശയുമായിട്ടാണ് നിങ്ങളുടെ എല്ലാ ബന്ധവുമെങ്കിൽ യുദ്ധം തന്നെ. വിശുദ്ധ ഖുർആനിന്റെ താക്കീതാണത്, പ്രഖ്യാപനമാണത്. അത് പുലരുകയാണ്. അത് പുലരുകയാണ്. ലോകത്ത് എന്തിനും ഏതിനും പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക ക്രമമായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്തിനും ഏതിനും ബാങ്കുണ്ടല്ലോ. അങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും തീരെ ആവശ്യമില്ലാതെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ സമുദായത്തിലെ ആളുകൾ, ലോകത്തിലെ ആളുകൾ അങ്ങ് കടമെടുത്തു, ലോണെടുത്തു, ദൂർത്ത് കാണിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ വേണ്ടി, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവന്റെ മുമ്പിൽ വലിയ ആള് ചമയാൻ വേണ്ടി, തന്റെ പോക്കറ്റിൽ ചില്ലിക്കാശില്ലെങ്കിലും ബാങ്കിലുള്ളതോ എന്ന് കണ്ടിട്ട് ലോണെടുത്തിട്ട് അത് വീട്ടാൻ കഴിയാതെ പാപ്പറായിട്ട് എല്ലാവരും, ചെറിയവരും വലിയവരുമൊക്കെ ഇന്ന് ചക്രശ്വാസം വലിക്കുന്നവരവസ്ഥ വരുന്നു. എന്തേ കാരണം? അള്ളാഹിനോടാ യുദ്ധം ചെയ്യുന്നത്, റസൂലുള്ളാഹിനോടാണ് യുദ്ധം ചെയ്യുന്നത്. ഏത് നിലക്കാണ് ഇതൊക്കെ സംഭവിക്കാൻ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. അല്ലാഹു തആല പറഞ്ഞു, യംഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ നസീം. പലിശയെ അള്ളാഹു തുടച്ചു നീക്കുന്നതാണ്. പലിശക്ക് ബറക്കത്തില്ല. പലിശയിലൂടെ, ആ ഇടപാടിലൂടെ കുറെ ധനമൊക്കെ കിട്ടിയെന്ന് നമുക്ക് തോന്നും. അത് താൽക്കാലികം മാത്രമാണ്. താൽക്കാലികമായ സന്തോഷമേ അതുകൊണ്ടുണ്ടാവുകയുള്ളൂ. അതങ്ങ് പെട്ടെന്ന് നിന്നുപോകും. അതേ അവസരത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കാണ് പുരോഗതിയുള്ളത്. വയുർബി സ്വദഖാത്ത്, ദാനധർമ്മങ്ങളെ അവൻ വളർത്തുകയും ചെയ്യുന്നു.